പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റൽ മാനുവൽ വോളിയം 6 പാർട്ട് 3 ആണ്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നേരത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. Regulations of funds for SOs. One of the most important duties of a postmaster is to make arrangements for supply of funds to the SO under it. അതായത് പോസ്റ്റ്മാസ്റ്റർ ഇമ്പോർട്ടൻ്റ് ഡ്യൂട്ടികളിൽ ഒന്നാണ് അതിൻ്റെ അണ്ടറിലുള്ള സബ് ഓഫീസിനുള്ള ആവശ്യമായ ഫണ്ട് വിതരണം ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഒബ്റ്റെയിൻ എക്സസ് ക്യാഷ് ദാൻ ഓതറൈസ്ഡ് മാക്സിമം ബാലൻസ് ഫ്രം ദ SOs. SOയ്ക്ക് വെച്ചിരിക്കാവുന്ന ഓതറൈസ്ഡ് മാക്സിമം ബാലൻസിൽ കൂടുതൽ വരുന്ന തുക തിരിച്ചിങ്ങോട്ട് മേടിക്കുന്നതിനും എക്സസ് ക്യാഷ് മേടിച്ച് വെക്കുന്നതിനുള്ള ഡ്യൂട്ടിയും പോസ്റ്റ് മാസ്റ്റർക്കാണുള്ളത്. For the SOs which are situated at the treasury bank stations, the postmaster will place money at the beginning of the month in the local treasury or bank at the credit of the SPM. സഫീഷ്യൻ്റ് മെയിൻ ദ പീരീഡ്. അതായത് ചില SOകൾ ഈ ട്രഷറി അല്ലെങ്കിൽ ബാങ്കിൻ്റെ അടുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവയ്ക്ക് ഈ ക്യാഷ് ട്രാൻസാക്ഷൻസിന് ആ ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി ആയിരിക്കും അവർ ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പോസ്റ്റ് മാസ്റ്റർ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ആ ബാങ്കിലേക്കൊരു ആ SPMൻ്റെ പേരിൽ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കും, ആ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ക്രെഡിറ്റ് ചെയ്യുന്ന ഈ SPMന് ആ ഒരു SOയ്ക്ക് വേണ്ട ക്യാഷ് വിഡ്രോൾ ചെയ്യുക. He or she should watch the drawings from the bank and place additional funds at the credit of the SPM if required. He or she എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മാസ്റ്റർ നോക്കണം, അങ്ങ് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ടൊക്കെ അവർ പിൻവലിക്കുന്നുണ്ടോ, എല്ലാം കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്ലേസ് അഡീഷണൽ ഫണ്ട്സ് അറ്റ് ദ ക്രെഡിറ്റ് ഓഫ് ദ SPM റിക്വയർഡ്. ഇനി കൊടുത്ത പൈസ പോരെങ്കിൽ അഡീഷണൽ പൈസ ഡിസ്പേഴ്സ് ചെയ്യണം. അതായത് ചില മാസങ്ങളിൽ കൊടുത്ത ആദ്യത്തെ ഒരു ക്രെഡിറ്റ് മതിയാവും, ചിലപ്പോൾ അതിൽ കൂടുതലും വേണ്ടി വരും ആ SOയ്ക്ക്, പറയാക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എക്സ്ട്രാ ഫണ്ട് പിന്നെയും കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇൻ ദ കേസ് ഓഫ് SOs നോട്ട് സിറ്റുവേറ്റഡ് എ ട്രഷറി ഓർ ബാങ്ക് സ്റ്റേഷൻ, ദ സൂപ്രണ്ട് വിൽ പ്രിസ്ക്രൈബ് ദ മെത്തേഡ് ഇൻ വിച്ച് ഈച്ച് സച്ച് SO ഈസ് ഓർഡർ ടു ബി സപ്ലൈഡ് വിത്ത് ഫണ്ട്സ് ആൻഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓർഡർ ടു റിമൈൻ സർപ്ലസ്. അതായത് ഇനി ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി അടുത്ത് സ്ഥിതി ചെയ്യാത്ത SOകളാണെങ്കിൽ അവർക്ക് എവിടെ കൊണ്ട് പൈസ അടയ്ക്കണം, എവിടുന്ന് പൈസ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ സൂപ്രണ്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് ചെയ്താൽ മതിയാവും. വെനെവർ ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ആൻഡ് ഓർഡർ എ റെമിറ്റൻസ് ടു എ സബ് ഓഫീസ്, ദ ഹെഡ് പോസ്റ്റ് മാസ്റ്റർ മസ്റ്റ് എൻ്റർ ദ നെസസറി ഓർഡേഴ്സ് ഓൺ ദ SO ഡെയിലി അക്കൗണ്ട്. അതായത് എപ്പോഴൊക്കെയാണോ ഒരു റെമിറ്റൻസ്, അതായത് ഇപ്പോൾ ഒരു SOയിലേക്ക് ഒരു പൈസ കൊടുക്കുന്നു, അതിൻ്റെ ആവശ്യം വരുന്നത്, അത് പോസ്റ്റ് മാസ്റ്റർ SOഡിയിലെ അക്കൗണ്ടിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഓർഡർ എൻട്രി ചെയ്യാൻ മാത്രമേ അത് നടക്കൂ എന്നാണ് അർത്ഥം. അതായത് SOഡിയിലെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സബ് ഓഫീസിൽ നിന്നും ഹെഡ് ഓഫീസിലേക്ക് പോകുന്നത്, അതിനകത്തുണ്ടാവും അവരുടെ വരവ് ചില കണക്കുകൾ, അവർക്ക് വേണ്ട പൈസ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഹെഡ് പോസ്റ്റ് മാസ്റ്റർ അതിനകത്ത് SOഡിയിലെ അക്കൗണ്ടിനകത്ത് അതിനുള്ള ഓർഡർ എൻട്രി ചെയ്യാൻ മാത്രമേ പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അവർക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. When an urgent demand for additional funds is received from a sub-office after the account bag of the office has been dispatched. അതായത് അക്കൗണ്ട് ബാഗ് ഇനി പോരുന്നു, ഹെഡ് ഓഫീസിൽ നിന്ന് സബ് ഓഫീസിലേക്ക് അക്കൗണ്ട് ബാഗ് ഇനി പോരുന്നു, എന്നിട്ടാണ് SOയ്ക്ക് ക്യാഷിന് ആവശ്യം വരുന്നത്. അപ്പോൾ ക്യാഷ് ബാഗിൻ്റെ കൂടെ ക്യാഷ് ഇനി പോരുന്നേ, പിന്നെയും ക്യാഷ് ആവശ്യം വന്നാൽ അത് ഷുഡ് ബി സെൻഡ് ത്രൂ ദ സ്പെഷ്യൽ ക്യാരിയർ വഴി അത് SOയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. In other cases, where a second dispatch of mails is made, the remittance may be made in the cash bag detailed in an extra slip. അതായത് ചില കേസിൽ ഒരു സെക്കൻഡ് ഡെസ്പാച്ച് ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് ഡെസ്പാച്ച് വഴി ആ ക്യാഷ് കൊടുത്തുവിടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊവിഷൻ ഓഫ് ഫണ്ട്സ് ഫോർ സബ് ഓഫീസ്. സബ് ഓഫീസ് സപ്ലൈഡ് വിത്ത് ദ ഫണ്ട്സ് ഇൻ ദ ഫോളോയിങ് വേസ് വെൻ ക്യാഷ് കളക്ഷൻ ഇസ് നോട്ട് സഫീഷ്യൻ. അതായത് ക്യാഷ് വരുന്ന വഴികൾ, ഫണ്ട് വരുന്ന വഴികൾ SOയ്ക്ക് ആവശ്യമുള്ളപ്പം, ഒന്ന് ബൈ ഡ്രോയിങ് ക്യാഷ് ഫ്രം ദ ബാങ്ക്, പിറ്റിസ് ബാങ്ക് സ്റ്റേഷൻ അടുത്താണെങ്കിൽ ബാങ്കിൽ നിന്ന്, ബൈ അടുത്തുള്ള SOകളിൽ നിന്ന്, അതർ SOയിൽ നിന്ന്, HOയിൽ നിന്ന്. ഇൻ എക്സെപ്ഷണൽ കേസ് ദ ക്യാഷ് മേ ബി സപ്ലൈഡ് ബൈ ദ അതർ SOs വിച്ച് ഈസ് നോട്ട് ഇൻ ഡയറക്റ്റ് അക്കൗണ്ട്. ചില എക്സെപ്ഷണൽ കേസുകളിൽ മറ്റുള്ള HOയിൽ നിന്ന്, അതായത് ഏത് SOയിലോട്ടാണോ ക്യാഷ് വരേണ്ടത് ആ SOയ്ക്ക് ഡയറക്റ്റ് ബന്ധമുള്ളൊരു HO ഉണ്ടാവും. സാധാരണ HO എന്നായിരിക്കും കാശ് മേടിക്കുന്നത്. പക്ഷേ എക്സെപ്ഷണൽ കേസിൽ വേറൊരു HO നിന്ന്, അതായത് ആ SOയ്ക്ക് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത ഒരു വേറൊരു HOയിൽ നിന്ന് വേണമെങ്കിലും അതിന് ക്യാഷ് കളക്ട് ചെയ്യാം. എക്സെപ്ഷണൽ കേസാണ് ആ പറഞ്ഞത്. ഡിസ്പോസൽ ഓഫ് സർപ്ലസ് ഫണ്ട്സ് അറ്റ് SOസിൽ അധികം വരുന്ന സർപ്ലസ് ഫണ്ടിൽ അവിടെ കൊണ്ട് അടയ്ക്കാം. അടുത്ത് പറയുന്നത് ഇവിടെ ടു ദ ബാങ്ക് സ്റ്റേഷൻ അടുത്താണെങ്കിൽ ബാങ്കിലോട്ട്, പിന്നെ അടുത്തുള്ള SOയിലോട്ട്, HOയിലോട്ട്, എക്സംഷൻ കേസിൽ നേരത്തെ കണക്ക്
അതിന് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാത്ത വേറെ എച്ച് ഒയിലോട്ട് കണ്ടീഷൻസ് അനുസരിച്ച്. നോ റെമിറ്റൻസ് ഓഫ് സർപ്ലസ് ഫണ്ട്സ് വിൽ ബി മെയ്ഡ് ടു എ എച്ച് ഒ ഓർ എ എസ് ഒ ഇൻ കേസ് ഓൺ എ സൺഡേ ഓർ പോസ്റ്റൽ ഹോളിഡേ. സൺഡേസിലും പോസ്റ്റൽ ഹോളിഡേസിലും എച്ച് ഒയിലോട്ടോ അല്ലെങ്കിൽ ഒരു ക്യാഷ് ഓഫീസിലോട്ടോ സർപ്ലസ് ഫണ്ടുകൾ എസ് ഒന്ന് പോകത്തില്ല എന്നർത്ഥം. എക്സ്ചേഞ്ച് ഓഫ് റെമിറ്റൻസസ് ബിറ്റ്വീൻ എസ് ഒസ് അണ്ടർ ഡിഫറൻറ്റ് എച്ച് ഒസ്. നേരത്തെ പറഞ്ഞിരുന്നല്ലേ എക്സെപ്ഷണൽ കേസിൽ ഒരു എസ് ഒ അതിൻ്റെ ഡയറക്റ്റ് കണക്ഷനുള്ള എച്ച് ഒയുടേതല്ലാതെ മറ്റ് എച്ച് ഒ ആയിട്ട് ക്യാഷ് കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്നൊരു കേസ് പറഞ്ഞിരുന്നുണ്ട്. സർപ്ലസ് എമൗണ്ട് അടയ്ക്കും അല്ലെങ്കിൽ ആവശ്യമുള്ളത് എടുക്കും, അതുമായിട്ട് അതുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത വേറൊരു എച്ച് ഒ ആയിട്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് കുറച്ചുകൂടി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കേസ് വരുമ്പോഴുള്ള കാര്യങ്ങൾ ആസ് പെർ ദ റിക്വസിഷൻ ഓഫ് ദ സൂപ്രണ്ട് അനുമതി പ്രകാരം എച്ച് ഒ മൈ ഓർഡർ എസ് ഒ. ഒരു എച്ച് ഒ അതിൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള അതിൻ്റെ അണ്ടറിലുള്ള ഒരു എസ് ഒയോട് ഓർഡർ ചെയ്യും മറ്റൊരു അതുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത ആ എസ് ഒയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത മറ്റൊരു എച്ച് ഒയുടെ അണ്ടറിലുള്ള എസ് ഒയ്ക്ക് ക്യാഷ് സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിക്കാനോ. ഇൻ സച്ച് കേസസ് ദ റെമിറ്റിംഗ് എസ് ഒ വിൽ ഷോ ദ ക്യാഷ് റെമിറ്റൻസ് ഇൻ ദ എസ് ഒ അക്കൗണ്ട് അഗെയിൻസ്റ്റ് ക്യാഷ് റെമിറ്റഡ് ദ എസ് ഒസ് ഓഫ് അതർ എച്ച് ഒ. അങ്ങനെയുള്ള കേസിൽ റെമിറ്റിംഗ് എസ് ഒ, പൈസ കൊടുക്കുന്ന എസ് ഒ, അതാണ് റെമിറ്റിംഗ് എസ് ഒ. ആ റെമിറ്റിംഗ് എസ് ഒ അതിൻ്റെ എസ് ഒ അക്കൗണ്ടിൽ ആ ഒരു റെമിറ്റൻസ് ഇങ്ങനെ മാർക്ക് ചെയ്യും ഈ ഹെഡിൻ്റെ അണ്ടറിൽ. ഏതാ? ക്യാഷ് റെമിറ്റഡ് ടു എസ് ഒസ് ഓഫ് അതർ എച്ച് ഒസ്. ആൻഡ് റിസീവിങ് എസ് ഒ വിൽ ക്രെഡിറ്റ് ദ എമൗണ്ട് ടു ദ ഹെഡ്. അത് മേടിക്കുന്ന ആ എസ് ഒ അത് ഏത് ഹെഡിൻ്റെ അണ്ടറിലാണ് ആ എമൗണ്ട് കാണിക്കുക വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം എസ് ഒസ് ഓഫ് അതർ എച്ച് ഒസ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ദ എച്ച് ഓഫ് ദ റെമിറ്റിംഗ് എസ് ഒ വിൽ സെൻഡ് എ റെമിറ്റൻസ് അഡ്വൈസ് ടു ദ എച്ച് ഓഫ് റിസീവിങ് എസ് ഒ. അതായത് ഈ എച്ച് ഒ പൈസ കൊടുക്കുന്ന എസ് ഒയുടെ എച്ച് ഒ ഒരു റെമിറ്റൻസ് അഡ്വൈസ് സെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And the latter HO will sign and return as soon as the credit amount appears in the SO daily account of its SO. സോഡ ഓഫ് ഇറ്റ്സ് എസ് ഒ, അതായത് ലാറ്റർ എസ് ഒ, രണ്ടാമത്തെ എസ് ഒ, അതായത് സ്വീകരിക്കുന്ന ആ പൈസ സ്വീകരിക്കുന്ന എസ് ഒയുടെ എച്ച് ഒ ആ അഡ്വൈസ് അവരൊരു റെമിറ്റൻസ് അഡ്വൈസ് അയച്ചല്ലോ, അത് സൈൻ ചെയ്ത് തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ as soon as the credit ആ എമൗണ്ട് അതിൻ്റെ ആ പൈസ മേടിച്ച് അതിൻ്റെ അണ്ടറിലുള്ള എസ് ഒ ഡെയിലി അക്കൗണ്ടിൽ അപ്പയർ ആകുമ്പോഴത്തേക്കും ഇതൊരു പൈസ അയച്ചു എന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് അയക്കുന്നു, അവിടെ കിട്ടി എന്നുള്ള കാര്യം തിരിച്ചയക്കുന്നു. അത് തന്നെ സംഭവം. എസ് ഒസ് വേർ ദർ ഇസ് എ സെപ്പറേറ്റ് ട്രഷറർ. എസ് ഒകളിൽ സെപ്പറേറ്റ് ട്രഷറർ ഉണ്ടെങ്കിൽ ദ എസ് പി എം ഷുഡ് റെക്കോർഡ് ഈസ് ഓർഡർ ഫോർ റെമിറ്റൻസ് ഓൺ ദ എസ് ഒ സ്ലിപ്പ്. എസ് ഒ സ്ലിപ്പിൽ എസ് പി എം ഓർഡർ കൊടുക്കണം. ഇൻ കേസ് ഓഫ് എച്ച് ഒ ഹാസ് ഓർഡർ ഫോർ റെമിറ്റൻസ് ടു അനദർ എസ് ഒ, മറ്റൊരു എസ് ഒയിലേക്ക് ക്യാഷ് റെമിറ്റ് ചെയ്യാൻ എച്ച് ഒ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് എസ് പി എമ്മിൻ്റെ ഓർഡർ വേണം. എവിടെ? എസ് ഒ സ്ലിപ്പിൽ. എന്നാൽ മാത്രമേ അത് പോകത്തുള്ളൂ. ട്രഷറർ വേറെ ഉള്ളപ്പോൾ രണ്ടും ഒരാളാകുമ്പോഴത്തെ കുഴപ്പമില്ലല്ലോ. കണ്ടൻസ് ഓഫ് ആൻ അക്കൗണ്ട് ബാഗ് ഫ്രം എച്ച് ഒ ടു എസ് ഒ. എച്ച് ഒയിൽ നിന്ന് എസ് ഒയിലേക്ക് അയക്കുന്ന അക്കൗണ്ട് ബാഗിലുള്ള കണ്ടന്റുകൾ. അക്കൗണ്ട് ബാഗ് ഫ്രം എച്ച് ഒ ടു എസ് ഒ മസ്റ്റ് കണ്ടെയ്ൻ എസ് ഒ സ്ലിപ്പ്. എസ് ഒ സ്ലിപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കണം. എസ് ഒ സ്ലിപ്പ് എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ വിചാരിക്കും എസ് ഒ ആയിട്ട് ബന്ധപ്പെട്ട എന്നല്ല, അത് എച്ച് ഒയിൽ നിന്ന് എസ് ഒയിലോട്ട് അയക്കുന്നതാണ് എസ് ഒ സ്ലിപ്പ് എന്ന് പറയുന്നത്. എസ് ഒയിൽ നിന്ന് എച്ച് ഒയിലോട്ട് വരുന്നത് സോഡയാണ്, ഷീ ഡ്രിങ്ക് സോഡ. എസ് ഒ ഡെയിലി അക്കൗണ്ടാണ് എസ് ഒയിൽ നിന്ന് എച്ച് ഒയിലോട്ട് വരുന്നത്. എച്ച് ഒയിൽ നിന്ന് എസ് ഒയിലോട്ട് പോകുന്നത് എസ് ഒ സ്ലിപ്പാണ്. ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഇൻഷുർഡ്, പിന്നെ രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഓഫ് ലെറ്റർ മിൽ, പിന്നെ പെയ്ഡ് ആൻഡ് അൺപെയ്ഡ് ലെറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ എസ് ഒയ്ക്കും അതിൻ്റെ അണ്ടറിലുള്ള ബി ഒയ്ക്കും, അതായത് ആ എച്ച് ഒയുടെ അണ്ടറിലുള്ള എസ് ഒ അല്ലെങ്കിൽ ബി ഒക്ക് ഇപ്പോൾ ഉള്ളതാണെങ്കിൽ അത് അതിനകത്ത് കാണുമെന്ന് പറയുന്നു. പിന്നെ ക്യാഷ് ബാഗ് കണ്ടെയ്നിങ് ക്യാഷ് ബാഗ്, പിന്നെ ഇൻക്ലൂഡിങ് പോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു, സ്റ്റാമ്പ് ഉൾപ്പെടെ. പിന്നെ IPO ഫോർ സെയിൽ, കച്ചവടത്തിന് IPO ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ, PO സർട്ടിഫിക്കറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻസുകളും, പാസ്ബുക്ക്, SB വാറൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് അതർ SB ഡോക്യുമെൻറ്റ്സ്, SB ഡോക്യുമെൻറ്റ്സുകളും പിന്നെ പാസ്ബുക്കുകൾ. SB വാറൻറ്റ് ഓഫ് പേയ്മെൻറ്റ്സ് പറയുന്നത് പൈസ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോമുകൾ. പിന്നെ BO ഡെയിലി അക്കൗണ്ട്സ് ആഫ്റ്റർ ചെക്ക്, BO ഡെയിലി അക്കൗണ്ട്സിൻ്റെ ചെക്കിങ് കഴിഞ്ഞ BO ഡെയിലി അക്കൗണ്ട്. എനി അതർ ഡോക്യുമെന്റ്സ് എൻ്റേർഡ് ഇൻ ദ റിമാർക്സ് കോളം ഓഫ് എസ് ഒ സ്ലിപ്പ്. എസ് ഒ സ്ലിപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള റിമാർക്ക് കോളത്തിൽ എഴുതിയിട്ടുള്ള ഏത് ഡോക്യുമെൻറ്റുകൾ.
അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ഇത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓരോ കാര്യങ്ങളും. താഴെ പറയുന്നതിൽ ഒരു HOയിൽ നിന്ന് SOയിലേക്ക് പോകുന്ന അക്കൗണ്ട് ബാഗിലുള്ളത് ഏത് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. SO സ്ലിപ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ. SO സ്ലിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും HOയിൽ നിന്ന് SOയിലേക്ക് പോകുന്ന SO സ്ലിപ്പ് ഇൻ ദ ഫോം PA300 ഫോം ഈസ് പ്രിപ്പയർഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ഓൺ ഈച്ച് വർക്കിംഗ് ഡേ. ഓരോ വർക്കിംഗ് ഡേയിലും അത് പ്രിപ്പയർ ചെയ്യപ്പെടും ആൻഡ് സെൻഡ് ടു SOയിലേക്ക് അയക്കപ്പെടും. ഡയറക്ട്ലി എൻക്ലോസ്ഡ് അക്കൗണ്ട് ബാഗിൽ ഇട്ടിട്ട് SO സ്ലിപ്പ് ഇസ് ഇൻറ്റൻഡ്, അതായത് താഴെ പറയുന്നതൊക്കെ അതിൻ്റെ എൻട്രികളിൽ പെടുന്നതാണ്. എമൗണ്ട് വിത്ത് ഡീറ്റെയിൽ ഓഫ് ക്യാഷിൻ്റെ കാര്യങ്ങൾ, സ്റ്റാമ്പ് SOയിലേക്ക് അയച്ച സ്റ്റാമ്പിൻ്റെ എമൗണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ. ദ ബാലൻസ് ഓഫ് ദ ലാസ്റ്റ് ഡെയിലി അക്കൗണ്ട് റിസീവ്ഡ് ഫ്രം ദ SOയിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഡെയിലി അക്കൗണ്ടിലെ ബാലൻസ്. പർട്ടിക്കുലേഴ്സ് ഓഫ് ഡോക്യുമെൻറ്റിൻ്റെ പർട്ടിക്കുലേഴ്സുകൾ, സീരിയൽ നമ്പർ ആൻഡ് വാല്യൂ ഓഫ് IPOയുടെയൊക്കെ സീരിയൽ നമ്പറുകൾ, വാല്യൂകൾ, ഇൻഷുർഡിൻ്റെ രജിസ്റ്റേഡ് ആർട്ടിക്കിൾസിൻ്റെ കാര്യങ്ങൾ ഒക്കെ അതിനകത്തുണ്ടാവും. സെൻഡ് ടു SOയിലേക്ക് അയക്കുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അതർ പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും. ദ ഫോംസ് ഓഫ് SO സ്ലിപ്സ് ആർ സ്റ്റിച്ച്ഡ് ടുഗദർ ഇൻ ബുക്സ്. അതായത് SO സ്ലിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോമുകളെല്ലാം കൂടെ ഒരുമിച്ച് തുന്നിച്ചേർത്തൊരു ബുക്ക് പോലെയാണുള്ളത്. ഈച്ച് ബുക്ക് കണ്ടെയ്ൻസ് 1 to 50 ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റിലുള്ള 1 to 50 വരെ പേജുകളാണ് ഒരു ബുക്കിലുള്ളതെന്ന് പറയുന്നു. ദ SO സ്ലിപ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. SO സ്ലിപ്പ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്, എലോങ് ഡബിൾ സൈഡഡ് കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട്. ദ പെൻസിൽ കോപ്പി ഇവിടെ വെക്കുമെന്ന് ചോദിച്ചാൽ ഓഫീസിൽ വയ്ക്കും. കാർബൺ കോപ്പി SOയ്ക്ക് അയച്ചു കൊടുക്കും. ബോത്ത് ദ കോപ്പീസ് ഷുഡ് ബി സൈൻഡ് ബൈ ദ സബ് അക്കൗണ്ട് ക്ലർക്ക്. ആ സബ് അക്കൗണ്ട് ക്ലർക്ക് 2 കോപ്പിയിലും സൈൻ ചെയ്യണം. സ്റ്റാമ്പ് ചെയ്യണം വിത്ത് നെയിം സ്റ്റാമ്പ്, വിത്ത് ഡേറ്റ് സ്റ്റാമ്പ്. The SPM is personally responsible that the directions given to him in the SO slips are correctly and promptly carried out. SPMൻ്റെ ഉത്തരവാദിത്വമാണ് SO സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്. കാരണം മേളിൽ നിന്ന് വരുന്നതാണല്ലോ, ചേർന്ന് വരുന്നതാണല്ലോ. അടുത്തത് റെമിറ്റൻസ് ഓഫ് ക്യാഷ്. വെൻ എവർ ദ ക്യാഷ് ഈസ് ടു ബി റെമിറ്റഡ് ടു എ SO, the postmaster will make the order for remittance in the SO daily account. SO daily അക്കൗണ്ടിലൊരു പോസ്റ്റ് മാസ്റ്റർ ഓർഡർ ഇട്ടാൽ മാത്രമേ ആ ക്യാഷ് SOയിലേക്ക് റെമിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ, അയക്കപ്പെടുകയുള്ളൂ. കാരണം SO daily അക്കൗണ്ടിലാണ്, അതിലൂടെയാണ് എത്ര ക്യാഷ് ലയബിലിറ്റി ഒരു SOയ്ക്ക് ഉണ്ടെന്ന് പോസ്റ്റ് മാസ്റ്റർ അറിയാൻ പറ്റുക, അല്ല ഊഹിക്കാൻ പറ്റുമോ. അതുകൊണ്ടാണ് SO daily അക്കൗണ്ടിൽ ഒരു ഓർഡർ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടാണ് പുള്ളി മനസ്സിലാകും ഇത്ര ലയബിലിറ്റി ഉണ്ട്, അപ്പോൾ പൈസ കൊടുത്തു എന്നുള്ള ഒരു ഓർഡർ. വി ഷുഡ് ബി ഷോൺ ബൈ എ സബ് അക്കൗണ്ട് അസിസ്റ്റന്റ് ടു ദ ട്രഷറർ. അത് അങ്ങനെ ഒരു SO daily അക്കൗണ്ടിൽ പോസ്റ്റ് മാസ്റ്റർ ഇട്ട ഒരു ഓർഡർ, പൈസ കൊടുത്തു എന്നുള്ളൊരു ഓർഡർ സബ് അക്കൗണ്ട് അസിസ്റ്റന്റ് ട്രഷറർ കാണിക്കുന്നു. ഇഫ് ദ റെമിറ്റൻസ് ഈസ് ടു ബി മെയ്ഡ് ഫ്രം HO to SO, the remittance particulars of the cash or stamp should be noted by the sub account assistant in the SO slip. ആ റെമിറ്റൻസ് HO എന്ന് SOയിലോട്ട് നടത്തപ്പെടുന്നതാണെങ്കിൽ ആ ഒരു റെമിറ്റൻസിൻ്റെ പർട്ടിക്കുലേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ ക്യാഷിൻ്റെ ആയിക്കോട്ടെ സ്റ്റാമ്പിൻ്റെ ആയിക്കോട്ടെ, അത് നോട്ട് ചെയ്യേണ്ടത് SO സ്ലിപ്പിൽ നോട്ട് ചെയ്യേണ്ട സബ് അക്കൗണ്ട് അസിസ്റ്റൻ്റ് ആണ്. ഇതൊക്കെ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. സബ് അക്കൗണ്ട് അസിസ്റ്റൻറ്റ്, അതായത് ഇന്ന കാര്യം ഈ റെമിറ്റൻസ് ടു HO എന്ന് SOയിലേക്ക് റെമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പർട്ടിക്കുലേഴ്സ് ഒക്കെ SO സ്ലിപ്പിൽ നോട്ട് ചെയ്യേണ്ട ആരാണ്? സബ് അക്കൗണ്ട് അസിസ്റ്റൻറ്റ്. അല്ലെങ്കിൽ സബ് അക്കൗണ്ട് അസിസ്റ്റൻറ്റ് നോട്ട് ചെയ്യേണ്ട എവിടെ? SO സ്ലിപ്പിൽ. അതൊക്കെ നമുക്ക് തിരിഞ്ഞു വന്ന കാര്യങ്ങളാണ്, പക്ഷേ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തൊരു പോയിന്റ് പറഞ്ഞു നോക്കി. ഇഫ് ദ റെമിറ്റൻസ് ഈസ് ടു ബി മെയ്ഡ് ബൈ അനദർ SO, അതായത് പൈസ HOയിൽ നിന്ന് SOയിലേക്ക് പോകുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞത്, രണ്ടാമത്തെ പോയിന്റായിട്ട് പറഞ്ഞത്. ഇനി ആ റെമിറ്റൻസ് മെയ്ഡ് ബൈ അനദർ SO, ഒരു വേറൊരു SO വഴിയാണ് ആ ക്യാഷ് കൊടുക്കുന്നതെങ്കിൽ ദ റിക്വയർഡ് ഇൻസ്ട്രക്ഷൻ ആസ് പെർ ദ ഓർഡർ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ ഓർഡറോട് കൂടിയ റിക്വയർഡ് ഇൻസ്ട്രക്ഷൻസ് ഷുഡ് ബി റിട്ടൺ ഇൻ ദ അപ്രോപ്രിയറ്റ് കോളം ഓഫ് ദ SO സ്ലിപ്പ് ബൈ ദ സബ് അക്കൗണ്ട് അസിസ്റ്റന്റ്. പോസ്റ്റ് മാസ്റ്റർ ഓർഡർ കിട്ടി, അതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സബ് അക്കൗണ്ട് ക്ലർക്ക് പ്രോപ്പറായിട്ടുള്ള കോളത്തിൽ ഏതിൻ്റെ SO സ്ലിപ്പിൽ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ഏതിൻ്റെ കേസിലാണ്? SOയിൽ നിന്ന് വേറൊരു SOയിലേക്ക്, അത് HOയുടെ ഓർഡർ വഴി, പോസ്റ്റ് മാസ്റ്റർ HPMൻ്റെ ഓർഡർ വഴി. റെമിറ്റൻസ് ത്രൂ സ്പെഷ്യൽ ക്യാരിയർ, അതായത് പറയുന്നത് SOയ്ക്ക് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ HOയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ക്യാരിയർ വഴി അത് SOയിലോട്ട് കൊടുത്തു വിടും.
അതിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ കൊടുത്തു വിടുന്നത് ത്രൂ ഓവർസിയർ, അതായത് മിക്കവാറും ക്യാഷ് ഓവർസിയർ ആയിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാഷ് ഓവർസിയേഴ്സ് ക്യാഷ് കൊണ്ട് കൊടുക്കുന്നത് എസ്ഒകളിൽ. അല്ലെങ്കിൽ അത് പോസ്റ്റ് വാൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബോർഡിനേറ്റ്സ് ആയിരിക്കാം. ദ എമൗണ്ട് ഷുഡ് ബി മേഡ് ഓവർ ബൈ ദ ട്രഷറർ ടു ദ കാരിയർ. ട്രഷററാണ് കാരിയർക്ക് ആ പൈസ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഏതർ ഇൻക്ലോഷൻ ക്യാഷ് ബാഗ് ആസ് പെർ ദ മെത്തേഡ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ HOC. ചിലപ്പോൾ അത് ക്യാഷ് ബാഗിനുള്ളിലായിരിക്കാം. എങ്ങനെയാണെന്ന് HOC ആണത് പറയുന്നത്. HOC എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ സർക്കിൾ. ഹെഡ് ഓഫ് ദ സർക്കിൾ പറഞ്ഞിരിക്കുക ഏത് മെത്തേഡിലാണ് കൊടുത്തയക്കേണ്ടതെന്ന്. If the remittance is sent loose through the carrier will grant receipt in the treasurer's cash book. ഇനി ലൂസായിട്ടാണ് കൊടുത്തു വിടുന്നതെങ്കിൽ കാരിയറുടെ കയ്യിൽ പൈസ, ആ സമയത്ത് കാരിയർ ട്രഷറേഴ്സ് ക്യാഷ് ബുക്കിലൊരു ഒപ്പിട്ട് കൊടുക്കണം. ട്രഷറേഴ്സ് ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ട്രഷററുടെ കയ്യിലുള്ള ഒരു ബുക്കാണത്. അതിനകത്ത് കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതാണ് ട്രഷറർ. അപ്പോൾ അതിനകത്ത് ഈ കാരിയർ ഒപ്പിട്ട് കൊടുക്കണം. ഇഫ് ദ റെമിറ്റൻസ് ഈസ് സെൻഡ് ലൂസ് ത്രൂ ദ കാരിയർ വിൽ ഗ്രാൻഡ് റെസിപ്റ്റ് ഇൻ ദ ട്രഷറേഴ്സ് ക്യാഷ് ബുക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. അതായത് നമ്മൾ ചിലപ്പോൾ ബാഗിലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു, ക്യാഷ് ബാഗിലിട്ട് കൊടുക്കും ക്യാഷ് ആ കാരിയറുടെ കയ്യിൽ. ഇനി ലൂസായിട്ടാണ് ആ കാരിയറുടെ കയ്യിൽ കൊടുക്കുന്നതെങ്കിൽ ക്യാഷ്, ദ കാരിയർ വിൽ ഗ്രാൻഡ്, കാരിയർ ഒപ്പിട്ട് കൊടുക്കണം. എവിടെ? ട്രഷറേഴ്സ് ക്യാഷ് ബുക്കിൽ. അപ്പോൾ അത് ചോദ്യമായിട്ട് വരും. ഇങ്ങനെ ലൂസായിട്ട് ക്യാഷ് കാരിയറായി കൊടുത്ത് വിടുമ്പോഴത്തേക്കും കാരിയർ എവിടെയാണ് ഒപ്പിട്ട് കൊടുക്കേണ്ടത്? ട്രഷറേഴ്സ് ക്യാഷ് ബുക്കാണ്. ട്രഷറേഴ്സ് ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രഷറുടെ കയ്യിലുള്ളൊരു വരവ് ചെലവ് കണക്കുകളൊക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് ട്രഷറേഴ്സ് ക്യാഷ് ബുക്ക്. ഇഫ് ദ റെമിറ്റൻസ് ഈസ് ടു ബി എൻക്ലോസ്ഡ് ഇൻ എ ക്യാഷ് ബാഗ്, ഇനി ക്യാഷ് ബാഗിലാണത് പൈസ കൊടുത്തു വിടുന്നതെങ്കിൽ കാരിയർ വഴി, ദ മണി ആൻഡ് എ മെമ്മോ ഗിവിംഗ് ഫുൾ പർട്ടിക്കുലേഴ്സ് ഓഫ് റെമിറ്റൻസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻസൈഡ് ദ ബാഗ് ആൻഡ് ദ ബാഗ് ഷുഡ് ബി ക്ലോസ്ഡ് ആൻഡ് വെയ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ കാരിയർ. ആ ഒരു പൈസയും അതിൻ്റെ കൂടെ മെമ്മോ ഗീവിങ് ഫുൾ പർട്ടിക്കുലേഴ്സ്, ആ പൈസയുടെ ഡീറ്റെയിൽസും, എത്ര പൈസയുണ്ട്, എങ്ങനെയുണ്ട്, എങ്ങനെയൊക്കെയാണത്, ഏതൊക്കെ എന്തോ പറയത്തില്ല, ഇപ്പോൾ 500x10, 100x20 അങ്ങനെയൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ട് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ ബാഗ് ആൻഡ് ബാഗ് ഷുഡ് ബി ക്ലോസ്ഡ് ആൻഡ് വെയ്ഡ്. ബാഗ് ക്ലോസ് ചെയ്തിട്ടത് തൂക്കി നോക്കും ഇൻ ദ പ്രസൻസ് ഓഫ് ദ കാരിയർ, ആ കാരിയറുടെ മുമ്പിൽ വെച്ചിട്ട്. ഹു വിൽ ഗ്രാൻഡ് റിക്കേർഡ് റെസിപ്റ്റ് ഇൻ ട്രഷറേഴ്സ് ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിൽ അയാൾ റെസിപ്റ്റ് കൊടുക്കുക, അതായത് ഒപ്പിട്ട് കൊടുക്കും. ആരാ? കാരിയർ. ആൻഡ് വിൽ റൈറ്റ് ദ വെയ്റ്റ് ഇൻ ഫിഗർ ആൻഡ് വേർഡ്സ്. വെയ്റ്റ് ആ തൂക്കി നോക്കിയല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രസൻസിലാണല്ലോ തൂക്കി നോക്കിയത്, ആ ഒരു വെയ്റ്റ് ഫിഗറിലും വേർഡ്സിലും കൂടെ എഴുതി കൊടുക്കും. എവിടെ? ട്രഷറേഴ്സ് ക്യാഷ് ബുക്കിൽ. If the remittance is to be sent through the special carrier, the same is to be written in the concerned SO slip for the information of the SPM explaining how money has been sent. അതായത് ഈ സ്പെഷ്യൽ കാരിയർ വഴി പൈസ കൊടുത്ത് വിടുമ്പോഴത്തേക്കും ആ കാര്യം, സെയിം കാര്യം കൺസേൺഡ് SO സ്ലിപ്പിൽ മെൻഷൻ ചെയ്തിരിക്കണം. എന്തിനാ? അത് ചെന്നെത്തുന്ന പൈസ എത്തുന്ന അവിടുത്തെ SPMൻ്റെ നോളജിനായിട്ട് SO സ്ലിപ്പിൽ, അത് തൊട്ടടുത്തായിട്ട് എപ്പോൾ SO സ്ലിപ്പ് പോകുന്ന ആ കൺസേൺഡ് SO സ്ലിപ്പിൽ അത് മെൻഷൻ ചെയ്തിരിക്കണം. ഓൺ റിട്ടേൺ ഓഫ് ദ കാരിയർ ദ ട്രഷറർ വിൽ സീ ദാറ്റ് ദ എമൗണ്ട് ഹാസ് ബീൻ അക്നോളജ്ഡ് ബൈ ദ SPM. അതായത് തിരിച്ചു വരുമ്പോഴത്തേക്കും ട്രഷറർ നോക്കണം എമൗണ്ട്, ആ കൊടുത്തുവിട്ട എമൗണ്ടിൽ SPM അക്നോളജ്മെൻറ്റ് ചെയ്തതായിട്ട്, അതായത് പൈസ അവിടെ കിട്ടിയെന്ന് അറിയണമല്ലോ. ആൻഡ് വിൽ ഇനിഷ്യൽ വിത്ത് ഡേറ്റ് ഇൻ ദ ബുക്ക് ഓർ ഡയറി ഓഫ് ദ കാരിയർ ഇൻ ടോക്കൺ ഓഫ് എക്സാമിനേഷൻ. അതായത് ഇത് ആ ബുക്ക് ഓർ ഡയറി ഓഫ് ദ കാരിയർ എന്നാണ് പറയുന്നത്. ആ കാരിയറിൻ്റെ ബുക്ക് ഓർ ഡയറിയിൽ ഈ കാര്യം ചെക്ക് ചെയ്തിട്ടാണ് ഇനിഷ്യൽ ചെയ്യണം വിത്ത് ഡേറ്റ്. അടുത്തൊരു പോയിന്റ് ഇൻ SOs, ദ SPM ഷുഡ് കൗണ്ട് ദ മണി റിസീവ്ഡ് ഫ്രം ദ കാരിയർ ആൻഡ് ഗ്രാൻഡ് റെസിപ്റ്റ് ഇൻ ദ കാരിയേഴ്സ് ബുക്ക് ഓർ ഡയറി ഇഫ് ദ റെമിറ്റൻസ് ഈസ് റിസീവ്ഡ് ലൂസ്. ലൂസായിട്ടാണ് പൈസ കാരിയർ കൊണ്ട് കൊടുത്തതെങ്കിൽ SPM എന്ത് ചെയ്യും? പൈസ എണ്ണും, ആ കാരിയറിൽ നിന്ന് കിട്ടിയ പൈസ എണ്ണും ആൻഡ് ഗ്രാൻഡ് റെസിപ്റ്റ് ഉണ്ട് അയാളുടെ കാരിയേഴ്സ് ബുക്ക് ഓർ ഡയറിക്കകത്ത് ഒപ്പിട്ട് കൊടുക്കും. ഇഫ് ദ റെമിറ്റൻസ് ഈസ് റിസീവ്ഡ് ഇൻ എ ക്ലോസ്ഡ് ക്യാഷ് ബാഗ്, ഇനി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബാഗിലാണ് അത് റിസീവ് ചെയ്തതെങ്കിൽ SPM വിൽ എക്സാമിൻ ബാഗ് കെയർഫുള്ളി, ബാഗ് കെയർഫുള്ളി ആയിട്ട് എക്സാമിൻ ചെയ്യും. ദെൻ തൂക്കി നോക്കും. ആൻഡ് ഓപ്പൺ ഇറ്റ്, തുറന്നിട്ട് ആൻഡ് വിൽ കമ്പയർ ദ കണ്ടൻസ് വിത്ത് ദ മെമ്മോ ഫൗണ്ട് ഇൻ ദ ബാഗ്. പറഞ്ഞായിരുന്നല്ലോ ഒരു മെമ്മോ വെക്കുമെന്ന്, അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ക്യാഷിൻ്റെ കണ്ടൻസ് മെമ്മോ വെച്ച് ചെക്ക് ചെയ്തിട്ട് ആൻഡ് ദെൻ വിൽ ഗീവ് റെസിപ്റ്റ് ടു ദ കാരിയർ ഫോർ ദ ബാഗ് ഇൻ ദ കാരിയേഴ്സ് ബുക്ക് ഓർ ഡയറി. അതിനകത്ത് ഈ കാരിയേഴ്സ് ബുക്ക് ഓർ ഡയറിക്കകത്ത് ഒപ്പിട്ട് കൊടുക്കും.
where the ascertained weight of the bag should be noted both in words and figures. അതിനകത്ത് ആ ബാഗിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതിയിട്ടാണ് ഒപ്പിട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാക്ടിക്കലി നോക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വെറുതെ തിയറിറ്റിക്കലായിട്ട് ഇങ്ങനെ പറഞ്ഞ് കാട് കയറുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? പ്രിപ്പറേഷൻ ഓഫ് എസ് ഒ ഡെയിലി അക്കൗണ്ട്. എസ് ഒ ഡെയിലി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എസ് ഒ ഡെയിലി അക്കൗണ്ട് എന്ന് പറയുന്നത് സബ് ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന ആരായിരിക്കും? SPM ആയിരിക്കും. ആഫ്റ്റർ റൈറ്റിംഗ് ദ എസ് ഒ അക്കൗണ്ട് ബുക്ക് ആൻഡ് വെരിഫൈങ് ദ ടോട്ടൽ ആൻഡ് ബാലൻസ്, ദ എൻട്രി ഷുഡ് ബി കോപ്പീഡ് ഇൻ ടു എസ് ഒ ഡെയിലി അക്കൗണ്ട്. അപ്പോൾ ആദ്യം എസ് ഒ ഡെയിലി അക്കൗണ്ട് എഴുതുന്നതിന് മുമ്പായിട്ട് എസ് ഒ അക്കൗണ്ട് ബുക്കിലാണ് SPM എല്ലാ എൻട്രീസും ടോട്ടലും ബാലൻസൊക്കെ എഴുതുന്നത്. എന്നിട്ടത് പിന്നാണത് അത് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് എസ് ഒ ഡെയിലി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദ ക്ലോസിംഗ് ബാലൻസ് ഡ്യൂ ടു HO ഷുഡ് ബി റിട്ടൺ ബോത്ത് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്. ക്ലോസിംഗ് ബാലൻസ് ഡ്യൂ ടു HOയിലോട്ട് അയക്കേണ്ട ക്ലോസിംഗ് ബാലൻസ്, എസ് ഒ ഡെയിലി അക്കൗണ്ട് സൂചിപ്പിക്കേണ്ട ക്ലോസിംഗ് ബാലൻസ് ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതിയിരിക്കണം SPM. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വരവ്, പോസ്റ്റ് ഓഫീസിലെ വരവുകളുടെ ടോട്ടല്, പിന്നെ ചെലവുകളുടെ ടോട്ടല്, ഇതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് കൂട്ടുമ്പോഴത്തേക്കും ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് തൊട്ട് തലേന്നത്തെ ബാലൻസ് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലാക്കാണല്ലോ, ഡെയിലി അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് ബാലൻസും ഉണ്ട്, ക്ലോസിംഗ് ബാലൻസും ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേയുടെ ഇങ്ങോട്ട് വരുന്ന ക്യാരി ഓവറാണ്. പിന്നെ അന്നത്തെ ക്ലോസിംഗ് ബാലൻസും ഉണ്ടാവും. ക്ലോസിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. The SPM should see that the daily account has been prepared properly. നല്ല രീതിയിൽ ഡെയിലി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തോ എന്ന് SPM നോക്കണം. ആൻഡ് ആൾ ഡ്യൂ എൻട്രീസ് ഹാവ് ബീൻ ഫിൽഡ് ഇൻ ദ ഫേസ് ആൻഡ് റിവേഴ്സ് സൈഡ് ഓഫ് ദ SO ഡെയിലി അക്കൗണ്ട്. SO ഡെയിലി അക്കൗണ്ടിൻ്റെ മുമ്പ് വശത്തും പുറവശത്തും ഒക്കെ ഉള്ള ആവശ്യമായിട്ടുള്ള എല്ലാ എൻട്രികളും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ദ ഡെയിലി അക്കൗണ്ട് ഷുഡ് ബി ഇംപ്രസ്ഡ് വിത്ത് ഡേറ്റ് സ്റ്റാമ്പ്. ഡെയിലി അക്കൗണ്ടിൽ ഡേറ്റ് സ്റ്റാമ്പ് അടിക്കണം. ദ ഡെയിലി അക്കൗണ്ട് ഈസ് എ ഡ്യൂ ഡോക്യുമെൻറ്റ്. അത് എന്നും പോകേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. ആൻഡ് SPM വിൽ ബി ഹെൽഡ് ഫോർ ഇറ്റ്സ് പങ്ക്ച്വൽ സബ്മിഷൻ. അതിൻ്റെ പങ്ക്ച്വലായിട്ടുള്ള സബ്മിഷന് SPM ശ്രദ്ധിക്കണം. ഇൻ ദ SO ഡെയിലി അക്കൗണ്ട് വിച്ച് വിൽ റീച്ച് ദ HO ഓൺ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഈച്ച് മന്ത്. HOയിൽ എത്തുന്ന SO ഡെയിലി അക്കൗണ്ട് ഓൺ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഈച്ച്, ഓരോ മാസത്തിൻ്റെയും അവസാന ദിവസം HOയിൽ എത്തുന്ന, SOയിൽ നിന്ന് HOയിൽ എത്തുന്ന SO ഡെയിലി അക്കൗണ്ടിലും, ആൻഡ് ആൾസോ ദ ഡെയിലി അക്കൗണ്ട് വിത്ത് ഡിസ്പാച്ച്ഡ് ഫ്രം ദ SO ഓൺ ദ 31st March. 31st March SOയിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യപ്പെടുന്ന SO ഡെയിലി അക്കൗണ്ടിലും ദ SPM ഷുഡ് നോട്ട് ദ ഫോളോയിങ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് സ്പേസ് ഓർ റിമാർക്ക് ഇൻ ദ റിവേഴ്സ് സൈഡ് ഓഫ് ദ ഡെയിലി അക്കൗണ്ട് ദ റെഡ് ഇങ്ക്. ആ SO ഡെയിലി അക്കൗണ്ടിൻ്റെ ബാക്ക് സൈഡിൽ റെഡ് ഇങ്കിൽ താഴെപ്പെടുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കണം. എപ്പോഴൊക്കെയാ? ഓരോ മാസത്തിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ അയക്കുന്ന SO ഡെയിലി അക്കൗണ്ടിലും മാർച്ച് 31 ആ SOയിൽ നിന്ന് പോകുന്ന SO ഡെയിലി അക്കൗണ്ടിലും. ആ കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ക്യാഷിൻ്റെ ഡീറ്റെയിൽസ്, പോസ്റ്റേജ് സ്റ്റാമ്പ് ഡീറ്റെയിൽസ്, പോസ്റ്റേജ് ഡ്യൂ അൺഡെലിവേർഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനകത്തുള്ള പോസ്റ്റേജ് ഡ്യൂകൾ വിച്ച് ആർ ഷോൺ എസ് ഡ്യൂ ഫ്രം ഡ്യൂകളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ഓഫ് സ്റ്റാമ്പിൻ്റെ കാര്യം, പിന്നെ സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസ്, ബാലൻസ് ഓഫ് റിപ്ലൈ കൂപ്പൺസ് റിമെയിൻ അൺസോൾഡ് ആയിട്ടിരിക്കുന്ന റിപ്ലൈ കൂപ്പണിൻ്റെ കാര്യം. റിപ്ലൈ കൂപ്പൺ എന്ന് പറയുന്നത് ഈ റിപ്ലൈ പോസ്റ്റ് കാർഡ് പോലത്തുള്ളൊരു ഐഡിയ ആണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഡിങ്ങിൽ മാർക്ക് ചെയ്യേണ്ടത്. എവിടെ? റിവേഴ്സ് സൈഡ് ഓഫ് ദ ഡെയിലി അക്കൗണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.